ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേന ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. അതായത് ചേന പൊരിച്ചതാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെ ഫിഷ് ഫ്രൈ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ചേന പൊരിച്ചതൊക്കെ തയ്യാറാക്കിയാൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കോമ്പിനേഷനാണ്. ചേന പലർക്കും ഇഷ്ടമാണ്, പക്ഷേ ചേന കട്ട് ചെയ്യുമ്പോൾ കൈ ചൊറിയുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ചേന കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ മടിയായിരിക്കും. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ കൈയൊന്നും ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പരിഹാരം കൂടി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോഗ്രാമുള്ള ഒരു കഷ്ണം ചേനയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. അതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കുക. 2 കൈയിലുമായിട്ട് ഇതുപോലെ ഒന്ന് തൂവിയതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് ചേന കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈയൊന്നും ചൊറിയില്ല. അപ്പോൾ ഇനി അതറിയാത്തവർ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ശേഷം ചേന നന്നായിട്ട് കഴുകിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്നൊരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ചേനയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി പാനിലോട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ അല്പം കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചേന ഇതിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യൊന്നും ചെയ്യണ്ട, ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വീണ്ടും അടച്ചു വെച്ച് 2 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇടയ്ക്കിടെ അടച്ചും തുറന്നും കൊണ്ടിട്ട് നമ്മൾ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഈ ചേന ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. അപ്പോഴാണ് ശരിയായിട്ടുള്ള ഫ്രൈ ആവുക. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഫിഷ് ഫ്രൈ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫ്രൈ ഒക്കെ തയ്യാറാക്കിയാൽ നമുക്ക് നന്നായിട്ട് തന്നെ ചോറ് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ചേന കൊണ്ട് പല വിധത്തിലും നമ്മൾ കറികളും അതുപോലെ തോരനൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഫ്രൈ ആയിട്ട് ഇതുവരെ തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അധികമായിട്ട് ഓയിലൊന്നും വേണ്ട, 2 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 2-3 തവണ ഞാൻ തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചേനയുടെ അളവൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ ഇത് കുറഞ്ഞ് വരും. അപ്പോൾ നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ അടച്ചു വെക്കുന്നില്ല, ഇതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ ഇടയ്ക്കിടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചേനയൊക്കെ ഒന്ന് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇത് ഇളക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ചേന ഫ്രൈ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രൈ ആണ്. നമുക്ക് ഈ ചേന ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ട സമയം മാത്രമേ വേണ്ടൂ. ഏകദേശം ഒരു 5-6 മിനിറ്റ് കൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചേന ഫ്രൈ തയ്യാറായി. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചേന പൊരിച്ചതാണ്. അപ്പോൾ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.